ചിലരുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങൾ പോലും നോക്കാതെ മറ്റൊരാളെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഇങ്ങനെ അവർക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യും. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ ഭക്ഷണം അപ്പുറത്തെ ആൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും അത് വേണ്ട, മറ്റേ ആൾക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ ഇത്തിരി വില കുറഞ്ഞത് വാങ്ങിയാലും ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്ക് കുറച്ചും കൂടി വില കൂടിയത് കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ എല്ലാം, അതായത് അവനവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് അവരെ വളർത്താൻ സഹായിക്കും. അവരങ്ങ് വളരും. വളർന്നു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് മാത്രം എന്താ ചെയ്തത്? ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ നേടിയെടുത്തത്, എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്തത് എന്നൊരു ചോദ്യം. പലപ്പോഴും ഈ ഒരു ചോദ്യം കേൾക്കുമ്പോഴും ഈ മനുഷ്യർക്കുണ്ടല്ലോ അവർക്കൊന്നും പറയാൻ പറ്റണമെന്നില്ല. കാരണം അവരവരെ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റായി വളരണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കും. പക്ഷേ തിരിച്ച് അവർക്ക് കിട്ടുന്നതോ? അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നോക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്ലൈറ്റിലാണെങ്കിലും അവർ പറയണത്, അവിടെ നിങ്ങളുടെ മടിയിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആദ്യം ഓക്സിജൻ മാസ്ക് വെക്കാനല്ല പറയാം, ആദ്യം നിങ്ങൾക്ക് വെക്കുക, അതിനുശേഷം കുഞ്ഞിന് വെക്കുക. നമ്മൾ സേഫായിരുന്നാലാണ് നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ ഉണ്ണാതെയും നിങ്ങളിങ്ങനെ നല്ല ഡ്രസ്സൊന്നും ധരിക്കാതെയും ഇങ്ങനെ ഓവർ ടൈം ചെയ്തും കഷ്ടപ്പെട്ടും പണിയെടുത്തിട്ടും മറ്റൊരാളെ സഹായിച്ചിട്ട് ഇന്നിപ്പോൾ എന്താ നിങ്ങൾ നേടിയത്? അത്രമാത്രം ആലോചിക്കുക.